നമസ്കാരം മക്കളെ. രാജു വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോണത് എന്താണെന്നറിയോ? എല്ലാ കുടുംബത്തിലും കണ്ടുവരുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് കേട്ടോ. അപ്പോ നമ്മളെ ഭാര്യമാരെ എന്ന് പറയണതേ, അവര് ചിലവരുണ്ട് കേട്ടോ, കുടുംബത്തിന് വേണ്ടി എന്നും കഷ്ടപ്പെടുകയാണ്, ഒരുങ്ങി തീരാണ് ആ ജന്മം. എന്നിട്ടും ഒരു കാര്യമില്ലാതെ ആ ഭാര്യ വല്ലാതെ വേദനിപ്പിക്കുന്ന ചില ഭർത്താക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ ആ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളെ ചാണക്യനീതിയിൽ പറയുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ചാണക്യൻ പറയണത് ഇങ്ങനെയാണ് കേട്ടോ. ചാണക്യനീതിയിലെ ഒരു സ്ത്രീകളെ എവിടെ ആദരിക്കപ്പെടുന്നു അവിടെ എന്താണ് സൗഭാഗ്യങ്ങളും സന്തോഷവും എല്ലാം നിലനിൽക്കും. നേരെ മറിച്ച് ഒരു കാരണവും ഇല്ലാതെ നല്ലൊരു ഭാര്യയെ അല്ലെങ്കിൽ നല്ലൊരു സ്ത്രീയെ വേദനിപ്പിക്കുകയാണ്. ചിലപ്പോൾ ഭർത്താവായിരിക്കാം, ചിലപ്പോൾ കുടുംബത്തിലെ സ്ത്രീകളായിരിക്കാം. അങ്ങനെ ഒരു വീട്ടില് ഒരിക്കലും നമ്മളുടെ വീട്ടില് നമ്മള് എന്താ പറയാ, ചിലവര് പറഞ്ഞിട്ടില്ലേ, ഒരു നിർഗതി കിട്ടില്ല, ഒരു അഭിവൃദ്ധി കിട്ടില്ല. അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോ നമ്മളെ മഹാലക്ഷ്മിക്ക് തീരെ ഇഷ്ടമില്ല അല്ലെ, സ്ത്രീകളുടെ കണ്ണുനീര് വീഴുന്നിടത്ത് മഹാലക്ഷ്മി നിൽക്കില്ലേ മക്കളെ. അതാണ് അതിന്റെ കാരണം. അപ്പോൾ മഹാലക്ഷ്മിയെ വേദനിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നല്ലൊരു ഭാര്യയെ, ഒരു ഭർത്താവാണെങ്കിലും വേണ്ടില്ല, അവിടുത്തെ അമ്മയാണെങ്കിലും വേണ്ടില്ല, ഒരു കാരണവും കൂടാതെ അവളുടെ കണ്ണുനീര് ഇങ്ങനെ കൂടുകൂടാ പകലന്തിയോളം പണിയെടുക്കുകയാണ് അവൾ ആ കുടുംബത്തിന് വേണ്ടിയിട്ട്. ഏതോ ഒരു വീട്ടിൽ നിന്ന് വന്നൊരു കുട്ടിയല്ലേ, ഒരു കാര്യവും കാരണമില്ലാതെ അവളെ വേദനിപ്പിച്ചാൽ ആ വീട്ടിൽ നിർഗതി ഉണ്ടാവില്ല മക്കളെ. മഹാലക്ഷ്മി ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നാണ് പറയുന്നത് ചാണക്യനീതി. ഭർത്താവിന്റെ തകർച്ചയുടെ തുടക്കം ഇവിടെ തുടങ്ങുകയാണ്. അവൻ പുറത്തു പോയി പണിയെടുക്കുക, ജോലി ചെയ്യുക, ഇങ്ങനെയൊക്കെ അവന് പുരോഗതി കിട്ടണമെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് അവന് പിന്തുണ വേണം. കുടുംബ സമാധാനം ഇല്ലാത്തവൻ പുറത്തു പോയി ഒരിക്കലും ജോലി ചെയ്ത് ശരിയാവില്ല. പിന്നെ ഇനിയിപ്പോ അവൻ എത്ര പണക്കാരനാണെങ്കിലും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിക്കോ, അവന്റെ തകർച്ച തുടങ്ങി. കാരണം ഒരു പെണ്ണിന്റെ ശാപം ഏറ്റുവാങ്ങിയിട്ട് ഒരു പുരുഷനും എവിടെയും വിജയിച്ച ചരിത്രം ഇല്ല എന്ന് തന്നെയാണ് ചാണക്യൻ ഉറപ്പിച്ച് പറയുന്നത്. അത് നമുക്കും പറയാൻ പറ്റുന്നുണ്ടല്ലോ. സ്ത്രീകളെ വേദനിപ്പിച്ച വീട്ടിലെ ഒരിക്കലും ഒരു പുരോഗതി ഉണ്ടാവില്ല മക്കളെ. പിന്നെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടും. കാരണം സന്തോഷത്തോട് കൂടിയിട്ടല്ലേ നമ്മളൊരു ഭക്ഷണം വെച്ചു വിളമ്പേണ്ട ഒരാൾക്ക്. നേരെ മറിച്ച് കണ്ണീരോട് കൂടി വെച്ചു വിളമ്പുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ ആ വീട്ടിൽ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാവോ? എപ്പോഴും സങ്കടപ്പെട്ടിട്ടാണ് ആ ഭാര്യ ഭക്ഷണം വെക്കണമെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ ചിരിച്ചിട്ട് വേണ്ടേ ഭർത്താവിന് നമ്മൾ ഭക്ഷണം വിളമ്പാൻ? അപ്പൊ എപ്പോഴും വേദനിപ്പിച്ചാൽ നമുക്ക് സന്തോഷം വരുമോ? അപ്പൊ ഒരു പെണ്ണിനെ എപ്പോഴും നമ്മൾ കണ്ണീരിൽ ആറ്റാതെ നോക്കണം. ഭാര്യയുടെ സന്തോഷം തന്നെ ആയിരിക്കണം ആ കുടുംബത്തിന്റെ സന്തോഷം അല്ലേ. വീട്ടിലെ അമ്മ ചിരിച്ചു കൊണ്ട് തന്നെ വേണം അല്ലേ ആ വീട്ടിൽ എന്ത് ചെയ്യാനേ. മക്കൾക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും വേണ്ടിയിട്ട് ഒരു അമ്മ ഒരുപാട് സഹനശക്തി നേരിടുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവരെ ഒരിക്കലും സങ്കടപ്പെടുത്താതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ആണുങ്ങളോടാണ് ഈ പറയണത്. പിന്നെ നമ്മളിപ്പോ സ്വർണത്തിൽ പൊതിയണ ഒരു പെണ്ണിനെ ഒന്നും നമ്മൾ പറയണില്ല. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് മതി സ്വർണ്ണമൊക്കെ കൊടുക്കുക. പക്ഷെ അവൾക്ക് കുറച്ച് സ്നേഹം കൊടുക്കാൻ ആരും പിശുക്കരുത്. കാരണം കൊടുത്ത സ്നേഹത്തിന്റെ 3 ഇരട്ടി തിരിച്ചു തരാൻ ഒരു ഭാര്യ എപ്പോഴും ശ്രമിക്കണ ഒരു പെണ്ണാണ് അല്ലേ. അപ്പൊ പെണ്ണുങ്ങളെ കുറച്ച് സന്തോഷം കൊടുത്താൽ മതി. നിങ്ങൾ അവൾക്ക് ഒരുപാട് സ്വർണത്തിൽ മൂടുക അതൊന്നും വേണ്ട കേട്ടോ. എങ്കിലും അവളെ ഇരട്ടിയായിട്ടാണ് നമുക്ക് തിരിച്ചു തരുന്നത്. എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ പറയുകയാണ് കേട്ടോ, ഇത് ചാണക്യനീതിയിൽ പറയണതാണ്. നമ്മൾ ഒരു സ്ത്രീകൾ സഹിക്കണേനും പൊറുക്കണേനും സഹനശക്തിക്കൊക്കെ ഒരു കണക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണ്, ഒരുപാട് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ. പിന്നെ മക്കളെ, നിങ്ങൾ അവിടെ സഹിച്ചു പുറത്ത് നിൽക്കണം എന്നില്ല. നമ്മൾ അവിടുത്തെ പൊറുതി മതിയാക്കി നമ്മൾ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോരുക. നമുക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, അവിടെ തന്നെ നിന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുമൊന്നുമില്ല മക്കളെ. നമ്മൾ പണിയെടുക്കാൻ നമ്മളെ കയ്യിനും കാലിനും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പെണ്ണുങ്ങൾക്കും എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റും ഇന്നത്തെ കാലത്തല്ലേ. അല്ലാതെ ആ കുടുംബത്തിൽ എപ്പോഴും നമുക്ക് വഴക്കും കുത്തും ഇതുവാണെന്ന് വെച്ചാൽ, നിങ്ങൾ കേട്ടിട്ടില്ലേ സ്ത്രീകൾ ആത്മഹത്യയൊക്കെ ചെയ്യണത്? അതൊക്കെ ഇങ്ങനത്തെ കുടുംബത്തിലാണ് മക്കളെ. ഒരു സ്വൈരവും സമാധാനം ആരും കൊടുക്കണില്ലെങ്കിൽ സ്ത്രീ എന്ത് ചെയ്യും? അവള് പിന്നെ അവളുടെ വീട്ടിലേക്ക് പോരണം എന്നാണ് പറയണത്. കാരണം അവിടെ പിന്നെ സഹിച്ച് നിൽക്കേണ്ടതില്ല. കാരണം നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ കൂടെ കരയാൻ നമ്മുടെ മക്കളുണ്ട് മക്കളെ. നമ്മളെ മക്കൾ ഇത് കണ്ട് വളർന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഒരു സന്തോഷവും സമാധാനത്തോടു കൂടി ഒരു ഉന്നമനം നമ്മളെ മക്കൾക്ക് ഉണ്ടാവില്ല. കാരണം ആ സമയമാകുമ്പോൾ നമ്മൾ അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ മക്കളെയും കൊണ്ട് നമ്മൾ പോരേ പറ്റുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ, എന്ത് പണം ഉണ്ടായിട്ടും പദവി ഉണ്ടായിട്ടും കാര്യമില്ല മക്കളെ. സ്നേഹിക്കാനുള്ള ഒരു മനസ്സില്ലാത്ത ഭർത്താവിന്റെ കൂടെ നിങ്ങൾ ഒരിക്കലും നിൽക്കണ്ട. അത് നിങ്ങളുടെ മക്കളുടെ ഭാവിയെ തന്നെ തകർച്ചയിൽ എത്തിക്കുകയുള്ളൂ. അവർക്കൊരു ഉന്നതിയിൽ എത്താൻ സാധിക്കുന്നില്ല.
അങ്ങനത്തെ വീട്ടിലത്തെ കുട്ടികളെ അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദിവസവും നമ്മുടെ കണ്ണുനീരാണ് അവർ കാണുന്നല്ലേ. ഒരു സമാധാനം ഇല്ലാത്ത അന്തരീക്ഷമാണ്. അവരെ മനസ്സിലേക്കും ഒരു എന്താ പറയാ മുള്ളു കുത്തിയാണ് വേദന ആ കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരികയാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ മക്കളെയും കൊണ്ട് നിങ്ങൾ അവിടെ യാതൊരു കാരണവശാലും നിൽക്കരുത് മക്കളെ. നമ്മളെ മക്കളുടെ ഭാവി നമ്മളെ അമ്മമാരുടെ കൈകളിലാണ് സുരക്ഷിതം അല്ലെ. ഒരു വീടെന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് കെട്ടിപ്പടുത്തുയർത്തേണ്ടതാണ് അല്ലെ. പരസ്പരം അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം ബഹുമാനം. അല്ലാതെ കണ്ണുനീർ കൊണ്ട് കെട്ടിപ്പടുത്ത് ഉയർത്തേണ്ടതല്ല ഒരു കുടുംബം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കുടുംബത്തിൽ നമുക്ക് നിലനിൽപ്പില്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് പോരുക. അപ്പൊ നമ്മളെ മക്കളെയും കൊണ്ട് അമ്മമാരെ എവിടെയാണോ വെച്ചാൽ ഇന്ന് പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ ഒരുപാട് വഴികളുണ്ട് മക്കളെ. ജോലി ഉണ്ട്, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒരു പേടിയില്ല. കയ്യിനും കാലിനും കേടില്ലെങ്കിലും ഒരു പേടിയില്ല. നമ്മളെ മക്കളെ പഠിച്ച് വലുതാക്കാൻ നമുക്ക് സാധിക്കും. അല്ലാതെ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമ്മളെ മക്കളും കൂടി നശിക്കുകയാണെങ്കിൽ പിന്നെ അമ്മമാരുടെ ഭാവി ഇരുള അടയും ഇല്ലേ. അപ്പൊ നമ്മുടെ സ്നേഹമെങ്കിലും ആ കുട്ടിക്ക് കിട്ടട്ടെ, അച്ഛന്റെ സ്നേഹം കിട്ടാത്തിടത്തെ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഒരിടത്ത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു പുരോഗതിയും ഒരു വീട്ടിലും കണ്ടിട്ടില്ല, കാണൂല്ല. അപ്പൊ സ്ത്രീകളെ എല്ലാവരും ബഹുമാനിക്കണം കേട്ടോ. പുരാതന കാലം മുതൽക്കേ നമ്മളുടെ അമ്മമാരെയാണ് ബഹുമാനിച്ചു വരുന്നത് അല്ലെ. സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കണ കാലം തന്നെയായിരുന്നു അന്നത്തെ കാലം. ഇപ്പോൾ ഈ കലികാലത്തിലായിരിക്കാം സ്ത്രീകൾക്കൊന്നും നിലനിൽപ്പില്ലാത്തത്. അപ്പൊ ഈ വീഡിയോ കാണുന്നവർ മുഴുവൻ ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ. അപ്പൊ സ്ത്രീ പൂജിക്കപ്പെടുന്നിടത്താണ് എന്ത് നിൽക്കുള്ളൂ, എല്ലാം നമ്മളെ ലക്ഷ്മി ദേവി അല്ലാത്തോടത്തുനിന്നൊക്കെ പടി ഇറങ്ങുന്നുള്ളതാണ് ചാണക്യനീതിയിൽ പറയണത്. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് അമ്മട്ടൻ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.